അടുത്ത നമുക്ക് വേവ് ഫ്രാഗ് നോക്കാം. അതായത് WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ, അത് തന്നെ നമ്മൾ ജർമ്മനിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിംഗ് വിത്ത് W, അതാണ് വേവ് ഫ്രാഗ്. ഇംഗ്ലീഷിൽ ഇപ്പൊ നമ്മൾ വേർ അല്ലെങ്കിൽ എവിടെ എന്ന് ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ജർമ്മൻ W ക്വസ്റ്റ്യൻ ആണ് വോ. വേറിന് നമ്മൾ എങ്ങനെ വോ, എവിടെ എന്നുള്ളതിന് വോ. വാട്ട്, എന്ത് എന്ന് പറയാനായിട്ട് വാസ്. ഹൂ, ആര് എന്ന് ചോദിക്കാനായിട്ട് വേർ. വെൻ, എപ്പോൾ എന്ന് ചോദിക്കാനായിട്ട് വാൻ. വൈ, എന്തിന് എന്ന് ചോദിക്കാനായിട്ട് വാറും. വിച്ച്, ഏത് എന്ന് ചോദിക്കാനായിട്ട് വെൽഷെ. ഹും, ആര്, ആരോട് എന്നൊക്കെ ചോദിക്കാനായിട്ട് വെൻ, വെം. വെൻ അക്കുസാറ്റീവ് ആണെങ്കിൽ വെൻ, ഡാറ്റീവ് ആണെങ്കിൽ വെം. ആക്ച്വലി ഹും എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആർക്ക് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ആർക്ക് എന്നുള്ള മീനിങ് ആണ് ഹുമ്മിന് വരുന്നത്. അപ്പം ആർക്ക് എന്ന് ചോദിക്കാനായിട്ട് വെൻ അക്കുസാറ്റീവ് വരും, ഡാറ്റീവ് വരുമ്പോൾ വെം. ഫ്രം വേർ, വൊഹേർ, എവിടെ നിന്ന് എന്ന് ചോദിക്കാനായിട്ട് വൊഹേർ. ടു വേർ, എവിടോട്ട്, എങ്ങോട്ട് എന്ന് ചോദിക്കാനായിട്ട് വൊഹിൻ. ഹൗ, എങ്ങനെ എന്ന് ചോദിക്കാനായിട്ട് വി. വാട്ട് ഫോർ, എന്തിനു വേണ്ടി വാസ് ഫ്യൂൾ. ഹൗ മച്ച്, എത്ര വി ഫീൽ. ഹൗ മെനി, അതും എത്രത്തോളം എന്ന് ചോദിക്കാനായിട്ട് വി ഫീൽ. ഹൗ ലോങ്, എത്ര സമയം എടുക്കും, അതായത് എത്ര ടൈം എടുക്കും എന്ന് ചോദിക്കാനായിട്ട് വി ലാംഗ്. വിത്ത് ഹോം, ആരുടെ കൂടെ മിറ്റ് വെം. വാട്ട് ടൈം, എത്ര മണിക്ക് വി സ്പേ. ഇനി ഈ വേവ് ഫ്രാഗിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചോദിക്കുന്നത് എന്നുള്ളതിന്റെ സ്ട്രക്ചർ. ആദ്യം ഈ വേവ് ഫ്രാഗ് എഴുതും, അതായത് വോ, വാസ്, വെർ, വൻ ഇതൊക്കെ വരും, അതാണ് വേവ് ഫ്രാഗ്. ആ വേർഡ് വരും, W വേർഡ്. അത് കഴിഞ്ഞിട്ട് വർക്ക് കോൺജുഗേറ്റഡ് വെർബ് വരും, സബ്ജക്ട് വരും, പിന്നെ ഒബ്ജക്ട്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ഒരു ക്വസ്റ്റിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് വരും. അതും ജനറലി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വേവ് ഫ്രാഗ്, കോൺജുഗേറ്റഡ് വെർബ്, സബ്ജക്ട്, ഒബ്ജക്ട്. നമുക്കിനി യാ oder nein ഫ്രാഗ് എന്താന്ന് നോക്കാം. ഇപ്പൊ യാ oder nein ഫ്രാഗ് എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം യെസ് അല്ലെങ്കിൽ നോ, അതായത് യാ അല്ലെങ്കിൽ നൈൻ എന്ന് വരണം. അത് അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യനെയാണ് നമ്മൾ യാ oder nein ഫ്രാഗ് എന്ന് പറയുന്നത്. അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ വരുന്നത് verb, subject, rest of the sentence. അതായത് conjugated verb, subject, rest of the sentence. ഇവിടെ നോക്കിക്കേ, ich komme aus Indien, I am coming from India. അതിന് ഒരാൾ ചോദിക്കുകയാണ്, are you coming from India എന്ന് ചോദിക്കാനായിട്ട് kommst du aus Indien. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഒന്നെങ്കിൽ യെസ് ആയിരിക്കും, അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ലേൺസ് ടു ഡോയിഷ്, ആർ യു ലേണിംഗ് ജർമ്മൻ. അതിന് ചിലപ്പോൾ യെസ് എന്നായിരിക്കാം, നോ എന്നായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ യാ oder nein ഫ്രാഗ് എന്ന് പറയുന്നത്. അതിന് മൊഡാൽ വേർബ്സ് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ മൊഡാൽ വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് എഴുതും. അതിനുശേഷം നമ്മൾ സബ്ജക്ട് എഴുതും, ബാക്കി സെന്റൻസ് വരും. എന്നിട്ട് ലാസ്റ്റില് മെയിൻ വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോമിൽ വരും. മെയിൻ വെർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം വരും. എങ്ങനെ വരുന്നത്? കാൻസ് ദു ഡോയ്ഷ് സ്പ്രെchen,